ഡിവോഷണൽ പാടി തുടങ്ങിയതിന് ശേഷമാണ് ചേച്ചി ആദ്യം പ്ലേ ബാക്ക് ഫിലിം പാടിയത് അല്ലേ? ആദ്യം പാടിയത് അത് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ചെയ്ത കല്യാണ പിറ്റേന്ന് ജലീൽ സാറിന്റെ ഡയറക്ഷനിൽ കല്യാണ പിറ്റേന്ന് എന്നുള്ളൊരു പടമായിരുന്നു. അതിലാണ് പാടിയത്. എങ്ങനെയാണ് രവീന്ദ്രൻ മാഷായിട്ട്? അല്ല, ജലീൽ സാർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാടിയത്. രവീന്ദ്രൻ മാസ്റ്റർ പിന്നെ എൻ്റെ ഈ ക്രിസ്ത്യൻ ഡിവോഷനിൽ കേട്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു അങ്ങോട്ട് പാടാനായിട്ട്. അപ്പം അതിൽ ഞാൻ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ ചെല്ലുമ്പോൾ പാടാൻ ചെല്ലുന്നത് ഒരു സെമി ക്ലാസിക്കൽ, ഒരു ക്ലാസിക്കലൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പേടിച്ചും ഭയന്നും ഒക്കെ നമ്മൾ മാസ്റ്ററിനെ കാണാൻ ചെല്ലുന്നത്. പക്ഷേ കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അടിപൊളി പാട്ടായിരുന്നു. അത് ഒരു പ്രാവശ്യമേ പാടിച്ചുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ട് എങ്ങനെയായിരുന്നു? തെച്ചിമലർക്കാടുകളിൽ കൊച്ചരുവിപ്പാട്ടൊഴുകും പിച്ചകപ്പു മലയാളം, മണിക്കുയിൽ മൊഴിത്തേൻ ചോറും നിറമഴമുകിൽ തിറയാടും, ഇടവഴികളിൽ പൂമൂടും പൊന്നിലഞ്ഞികൾ കൂട ചൂടും, കരയുടെ വിരിമാറിൽ പടരുന്ന പുഴയൊരു കഥ ചൊല്ലും മലയാളം. അങ്ങനെ ഒരു പാട്ടായിരുന്നു, ജില്ലായിട്ട് നിൽക്കുന്ന. രവീന്ദ്ര മാസ്റ്റർ പാടി കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം കുറെ ഫിലിംസ് പാടി. രവീന്ദ്ര മാസ്റ്ററിനെ വീണ്ടും എന്നെ വിളിച്ചായിരുന്നു. ഉടനെ തന്നെ എനിക്ക് മറ്റൊരു പടത്തില് ഞാനും ബിജു നാരായണനും കൂടെ ഒരു പടത്തില് ആറ്റുവേല എന്ന് പറഞ്ഞൊരു പടത്തിൽ ഉടനെ വിളിച്ചിരുന്നു. അതില് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡ്യൂറ്റ് സോങ്സ് അപ്പ പാടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പൊ ആ സമയത്ത് തന്നെ രവീന്ദ്ര മാസ്റ്ററിന്റെ പാടി പുറത്തോട്ട് ഇറങ്ങിയില്ല. ബേണി ഇഗ്നേഷ്യസ് മ്യൂസിക് ചെയ്ത ഗജരാജമന്ത്രം എന്നുള്ള പടത്തിൽ ഉടനെ പാടാൻ കിട്ടി അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കൃഷ്ണകുടിയും നീ വരുവോളം, പിന്നെ മോൻസിത്താര മാഷ് കുറെ പാടിച്ചു, പടത്തിലൊക്കെ പാടിച്ചു, കുറെ പടം വന്നു. മന്ത്രി കൊച്ചമ്മ. ചേച്ചി പാടിയ പാട്ടുകളിൽ ഇപ്പൊ എന്നോട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണകുടിയിലെ പാട്ടെന്നേ പറയുള്ളൂ. അത് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. എന്ത് രസമുള്ള കോമ്പോസിഷനാണ് വിദ്യാസാഗർ സാറിൻ്റെ. ഇറ്റ് ഈസ് അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ. കൃഷ്ണകുടിയിൽ ഇറങ്ങുന്നത് ഞാൻ ഗൾഫിലുള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് അന്ന് പുതിയ കാസറ്റ്സ് ഒക്കെ വാങ്ങിക്കും. അപ്പോൾ വാങ്ങിച്ച ഉടനെ പ്ലേ ചെയ്ത് ശബ്ദം കേട്ടപ്പോൾ ഞാനും അമ്മയും കൂടി ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറയണത് ദലീമ എന്നുള്ള പുതിയ സംഗീതം. ഞാൻ ഒരു രക്ഷിത് ജാനകിയമ്മയാണ്, ദലീമ അല്ല ജാനകിയമ്മ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം കാസറ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് ദലീമച്ചിയുടെ പേര് കണ്ടത്. അപ്പം ശരിക്കും വ്യൂവർ ഓൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. അത്ര രസമായിട്ട് ചേച്ചി പാടിയിട്ടുണ്ട് ആ പാട്ട്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. അപ്പം ഡ്യുവറ്റിൽ വന്നിട്ട് ചേച്ചി ആ പാട്ട് പാടിയില്ലെങ്കിൽ പാടാൻ ചെല്ലുമ്പോ ദാസേട്ടനൊന്നും പാടുന്നത് ഈ മഞ്ഞമാസ പക്ഷി ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുകയാണേ ചേച്ചി അവിടെ ചെല്ലുമ്പോ. അപ്പൊ എന്നെ വിളിച്ച് കാണിക്കുകയാണിതേ. അത് കണ്ടിട്ട് നമ്മൾ പാടാനുള്ള ഞാൻ ഇങ്ങനെ പാടിയെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പോളൂ. രാത്രി കരച്ചിലായിരുന്നു പിറ്റേ ദിവസം പാടാൻ വേണ്ടി. ഇങ്ങനെ പാടുമെന്നുള്ളത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ എന്തായാലും ചേച്ചി ഡ്യുവറ്റിൽ അടുത്തതായിട്ട് അത് പാടണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ്. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. പ്ലീസ് ഡു ദാറ്റ് ഫോർ us. പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കും നെഞ്ചിൻ മുളൻ തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു, എന്നുമീ മാമര
ചെപ്പിൽ മിന്നും മുത്തായി പീലിക്കൊമ്പിൽ തൂവൽ ചിന്തായി പൂക്കാത്തതെന്ത് നീ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ മൗനം പൂക്കും നെഞ്ചിൽ മുളം തണ്ടിൽ പാട്ടുണ്ടോ എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു എന്നുമീ മാമഴച്ചായയിൽ മഴ പൂക്കളായി പെയ്യുന്നു മഞ്ഞുമാസ പക്ഷി ശരിക്കും ചേച്ചിയുടെ മുമ്പിലും ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മുന്നിലും വിദ്യാസാഗർ സാറിൻ്റെ മുന്നിലും ഒരു 100,000 പ്രണാമങ്ങൾ പറയണം.